നമ്മളെല്ലാരും കൂടി ഇന്ന് ചൂട്ടാട് ബീച്ചിലേക്കാണേ. ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഒരു ബസ്സിൽ ആൾക്കാരുണ്ട്. തുടക്കത്തിലൊരു മാലിന്യം പോലെയല്ലേ ഉണ്ടായിരുന്നു. ഇഷു മുന്നിൽ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ തന്നെയാണ് മുന്നിൽ പോകുന്നത്. ഇഷു ഭയങ്കര ഹാപ്പിയാണേ. പിന്നെ ഉച്ച സമയമായതുകൊണ്ട് വെയിലിൻ്റെതായിട്ടുള്ള ചൂടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ചെറിയൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. പിന്നെ ദൂരെ നിന്ന് ഇങ്ങനെ കടൽ കാണാൻ തുടങ്ങിയപ്പോൾ നല്ലൊരു രസം തോന്നി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു കടൽ തീരത്തേക്കൊക്കെ ഞാൻ വരുന്നത്. ഇഷു അവളുടെ ചങ്ങാതിമാരൊക്കെ വേറെ സ്ഥലത്തായി പോയതിൻ്റെ ഒരു സങ്കടമുണ്ട്, അത് പറഞ്ഞിരുന്നു. എന്നാലും അവരവിടെ എത്തിക്കോളുമെന്ന് ഞാൻ ധൈര്യം കൊടുത്തതുകൊണ്ട് മുന്നേ ഓടിച്ചാടി നടക്കുന്നു. പിന്നെ ഒരു ഊഞ്ഞാല കിട്ടി. അപ്പോഴത്തേക്കും ഉള്ള ഫ്രണ്ട്സും എത്തി. എല്ലാം കൊണ്ട് സന്തോഷമായി. ഇവരൊക്കെ എൻ്റെ അനിയത്തിയും ഫ്രണ്ടും ഒക്കെയാണ്. പിന്നെ സുരേഷ് ഏട്ടനും അവരുടെ ഫാമിലിയും. എല്ലാവരും ഇങ്ങനെയുള്ള സ്ഥലത്തെത്തിയാൽ കുട്ടികളെ പോലെയാണ് അല്ലേ, മുതിർന്ന ആൾക്കാരും എല്ലാം. ഇവിടെ വൈകുന്നേരമാണ് എത്തേണ്ടത്. അപ്പോൾ നല്ലൊരു അന്തരീക്ഷമാവും വൈകുന്നേരം ആകുമ്പോൾ. ഇപ്പോൾ വെയിൽ ഒരു 3 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വെയിലിൻ്റെ ചൂടുണ്ട്. പിന്നെ സാധാരണ എല്ലാ കടൽക്കരയും പോലെ തന്നെ ഇവിടെയൊക്കെ കച്ചവടം തുടങ്ങി വരുന്നതേ ഉള്ളൂ. ആൾക്കാർ പൊതുവേ കുറവാണ്. സന്ധ്യാസമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടാവുക കടക്കാരൊക്കെ പറയുന്നത് കേട്ടത്. പിന്നെ എൻ്റെ അനിയത്തിയും അവളുടെ ഫ്രണ്ടും മുന്നിൽ നടക്കുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ അലിഷാൻ്റെയും എൻ്റെ അനിയത്തിയും സവിനയും ഒക്കെ, അവരുടെ കൂട്ടത്തിൽ ഞാനും ഒന്നുകൂടി. ഇവിടെ എല്ലാവരും കുട്ടികളെ പോലെ തന്നെ വലിയ ആൾക്കാരും ഒക്കെ ഊഞ്ഞാലും കളിയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുട്ടികൾ പട്ടം പറത്തുന്നതാണ്. ഇത് കടലിലേക്ക് ഒരു റോഡ് വരുന്നതെന്നാണ് പറഞ്ഞത്. എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അവിടെ ഭാവിയിൽ ഒരു ഹാർബറായി മാറുമെന്നും പറയുന്നുണ്ട്. എല്ലാവരുടെയും പുറകെ ഞാനും കടലിലോട്ട് ഇറക്കിയ റോഡിന് സമാനമായിട്ടുള്ള ഒരു കാര്യം, അതിലേക്ക് ഞാനും ഇറങ്ങി. ഇവിടെ നിന്ന് കാണുന്നത് നല്ല രസമുള്ള കാഴ്ചയാണ്. കടല് എത്ര നേരം നിന്നാലും നമ്മളെ മടുപ്പിക്കാത്ത ഒന്നാണ് അല്ലേ. കുറേ ഓർമ്മകളായിട്ട് നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ, കടൽക്കരയ്ക്കിരിക്കാൻ വലിയ രസമാണ്. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ള പാർക്കുണ്ട്.